Welcome to Forward Steps Vlogs. This is the fifth part of questions and answers related to Kerala Financial Code and Kerala Budget Manual conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Wish you all the best. കണ്ടിജന്റ് ചാർജസ് എന്നാൽ എന്ത്? ഉത്തരം ആഫീസ് നടത്തിപ്പിനായുള്ള അനാമത്ത് ചെലവുകൾ. കണ്ടിജന്റ് ചാർജസിന് ഉദാഹരണങ്ങൾ: ഉത്തരം ആഫീസ് ഫർണിച്ചർ, ബുക്കുകൾ, മാസികകൾ എന്നിവ വാങ്ങുന്നതിനുള്ള ചെലവ്, കൂടാതെ ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, പോസ്റ്റേജ് ചാർജുകൾ. ആഫീസ് നടത്തിപ്പിനാവശ്യമായ അനാമത്ത് ചെലവുകൾ. ഉത്തരം കണ്ടിജന്റ് ചാർജുകൾ. ഫർണിച്ചർ വാങ്ങുന്നതിനുള്ള കണ്ടിജന്റ് ചാർജ് എന്തായി കണക്കാക്കാം? ഉത്തരം ആഫീസ് ചെലവുകൾ. ആഫീസ് മേധാവികൾക്ക് പോസ്റ്റേജ് ഇനത്തിൽ ചെലവഴിക്കാൻ കഴിയാത്ത ഇടപാടുകൾ. ഉത്തരം തന്റെ ലീവ്, ശമ്പളവും അലവൻസുകളും മാറുന്നതിനുള്ള ബില്ലുകൾ, ട്രാൻസ്ഫർ ഉത്തരവുകൾ എന്നിവ സംബന്ധിച്ച കത്തിടപാടുകൾ. ഒരു ആഫീസ് മേധാവി ആസ്ഥാനത്ത് നിന്ന് വിട്ടുനിൽക്കുമ്പോൾ തന്റെ അഭാവത്തിൽ കണ്ടിജന്റ് ചെലവുകൾ നടത്തുന്നതിനുള്ള നടപടിക്രമം. ഉത്തരം ആഫീസ് മേധാവി തന്റെ അഭാവത്തിൽ കണ്ടിജന്റ് ഇനത്തിൽ അത്യാവശ്യമായ ചെറിയ ചെലവുകൾ ചെയ്യുന്നതിന് ഒരു കീഴ് ജീവനക്കാരനെ അധികാരപ്പെടുത്തിക്കൊണ്ട് ആഫീസ് ഉത്തരവ് പുറപ്പെടുവിക്കും. ഒരു ആഫീസിലെ അവിചാരിതമോ അടിയന്തരമോ ആയ ചെലവുകൾ നിർവഹിക്കുന്നതിന് പ്രസ്തുത ആഫീസിന് അനുവദിച്ചു നൽകുന്ന നിശ്ചിത തുക. ഉത്തരം പെർമനന്റ് അഡ്വാൻസ്. പെർമനന്റ് അഡ്വാൻസ് അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ KFC ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിച്ചിരിക്കുന്നു? ഉത്തരം ആർട്ടിക്കിൾ 95. പെർമനന്റ് അഡ്വാൻസ് എന്നാൽ എന്ത്? ഉത്തരം ഒരു ആഫീസിലെ അപ്രതീക്ഷിതമായതോ അടിയന്തരമോ ആയ ചെലവുകൾ വഹിക്കുന്നതിനായി അനുവദിച്ചു കിട്ടുന്ന നിശ്ചിത തുക. സാധാരണയായി ഉടനെ വിതരണം നടത്തുന്നതിനുള്ള പണമാണ് ട്രഷറിയിൽ നിന്നും മാറി എടുക്കുന്നത്, എന്നാൽ ഇതിനൊരു അപവാദമാണ്. ഉത്തരം പെർമനന്റ് അഡ്വാൻസ്. പെർമനന്റ് അഡ്വാൻസിൽ നിന്നും ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന് യാത്രപ്പടി അഡ്വാൻസ് നൽകുന്നത് എപ്രകാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം യാത്രയ്ക്കാവശ്യമായ ഇരുവശത്തേക്കുള്ള യഥാർത്ഥ ബസ് അല്ലെങ്കിൽ ട്രെയിൻ യാത്രാ ചാർജുകൾ. ഒരു ഡിപ്പാർട്ട്മെന്റ് തലവൻ പെർമനന്റ് അഡ്വാൻസ് പരിധി നിശ്ചയിച്ച് അനുവദിക്കുന്നതാരാണ്? ഉത്തരം സർക്കാർ. പെർമനന്റ് അഡ്വാൻസ് അനുവദിച്ചു നൽകുകയോ പുതുക്കി നൽകുകയോ ചെയ്യുമ്പോൾ ഉത്തരവിന്റെ കോപ്പി ബന്ധപ്പെട്ട ജീവനക്കാരന് ആരാണ് അയച്ചു നൽകുന്നത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. പെർമനന്റ് അഡ്വാൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ വഴി ബന്ധപ്പെട്ട അധികാരിക്ക്. പെർമനന്റ് അഡ്വാൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാരന് ആയത് ലഭിക്കുന്ന ആളിനോ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുകയ്ക്കോ വ്യത്യാസമില്ലെങ്കിൽ ആയതിനുള്ള കൈപ്പറ്റു രസീത് ഏത് തീയതിക്ക് മുമ്പായി അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കണം? ഉത്തരം ഏപ്രിൽ 15. പെർമനന്റ് അഡ്വാൻസ് പുതിയതായി അനുവദിച്ചു കിട്ടുന്നതിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട അധികാരിക്ക് ആര് മുഖാന്തരമാണ് അയച്ചു കൊടുക്കേണ്ടത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. പെർമനന്റ് അഡ്വാൻസ് അനുവദിക്കുമ്പോൾ ജീവനക്കാരന് മാറ്റം ഉണ്ടാകുന്നു എങ്കിൽ ഏത് കൈപ്പറ്റു രസീതാണ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടത്? ഉത്തരം KFC വോളിയം 2 ഫോം നമ്പർ 8A. പെർമനന്റ് അഡ്വാൻസ് കൈപ്പറ്റിയിട്ടുള്ള ജീവനക്കാരന് ഓരോ സാമ്പത്തിക വർഷത്തിന്റെ അവസാനവും കൈപ്പറ്റു രസീത് ആർക്ക് അയച്ചു കൊടുക്കണം? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്. പെർമനന്റ് അഡ്വാൻസ് തിരികെ പിടിക്കുന്നതിന് അനുവാദം ലഭിക്കുന്നത് എപ്പോൾ? ഉത്തരം ഓരോ മാസത്തിന്റെയും അന്ത്യത്തിൽ കൈവശമുള്ള നീക്കിയിരിപ്പ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ അവസാനം ചാർജ് കൈമാറ്റപ്പെടുമ്പോൾ. KFC ആർട്ടിക്കിൾ 99 പ്രകാരം അഡ്വാൻസ് തുകയുടെ വിനിയോഗിക്കാത്ത ഭാഗത്തിന് ഈടാക്കുന്ന പലിശ. ഉത്തരം തുക ട്രഷറിയിൽ നിന്നും പിൻവലിച്ചതു മുതൽ തിരിച്ചടവ് തീയതി വരെ 18%.
KFC ആർട്ടിക്കിൾ 99 പ്രകാരം അഡ്വാൻസിനുള്ള ഫൈനൽ ബിൽ പ്രസന്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഉത്തരം 3 മാസം. ഡീറ്റെയിൽഡ് കണ്ടിജന്റ് ബിൽ ആവശ്യമെങ്കിൽ മേലൊപ്പ് വയ്ക്കേണ്ടത് ആരാണ്? ഉത്തരം നിയന്ത്രണ ഉദ്യോഗസ്ഥൻ. ഒരു ഉദ്യോഗസ്ഥന്റെ പരിധിയിൽ അനുവദിച്ച തുക സീക്രട്ട് സർവീസുകൾക്ക് എങ്കിൽ നടപടികൾ എന്ത്? ഉത്തരം ഉദ്യോഗസ്ഥന് ഇതിലേക്കായി കണ്ടിജന്റ് രജിസ്റ്റർ സൂക്ഷിക്കണം. വൗച്ചറുകൾ ഉൾപ്പെടുത്തുകയില്ല. ആഡിറ്റഡ് കണ്ടിജൻസീസ് എന്നാൽ എന്ത്? ഉത്തരം നിയന്ത്രണ ഉദ്യോഗസ്ഥന്റെ ഒപ്പ് ആവശ്യമില്ലാത്ത കണ്ടിജന്റ് ബില്ല്. കൗണ്ടർ സൈൻ ചെയ്യാത്ത കണ്ടിജൻസി ബില്ലുകൾ എന്നാൽ എന്ത്? ഉത്തരം 1000 രൂപയിൽ അധികരിക്കുന്ന വ്യക്തിഗത സബ് വൗച്ചറുകളോട് കൂടിയ പേയ്മെന്റുകൾ. പേയ്മെന്റിന് ശേഷം കൺട്രോളിംഗ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ള കണ്ടിജന്റ് ചാർജുകളുടെ പട്ടിക KFCയിൽ പറയുന്നതെവിടെ? ഉത്തരം KFC വോളിയം 2 അനുബന്ധം 6. ആഡിറ്റ് പാർട്ടി സീക്രട്ട് സർവീസിന്റെ സബ് വൗച്ചർ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ട നടപടി ശരിയോ? ഉത്തരം തെറ്റാണ്. എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർ സീക്രട്ട് സർവീസ് പ്രകാരം നടത്തിയ ചെലവുകളുടെ കൺട്രോളിംഗ് ഓഫീസർ ആരാണ്? ഉത്തരം സെക്രട്ടറി, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ക്ലാസ് 4 ജീവനക്കാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന വാഷിംഗ് അലവൻസ് ഏത് ഇനത്തിൽപ്പെടും? ഉത്തരം സാലറീസ്. ഡ്രായിംഗ് ഓഫീസർ ബാങ്കിംഗ് ട്രഷറിയുമായി അനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയിൽ അധികരിച്ച ഒരു കണ്ടിജൻസി ചെലവുകൾ ഒരു പാർട്ടിക്ക് എപ്രകാരം നൽകണം? ഉത്തരം റിസർവ് ബാങ്ക് റെമിറ്റൻസസ് ഡ്രാഫ്റ്റ് മുഖാന്തരം. ചെക്ക് ഡ്രോയിംഗ് അധികാരം ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ വ്യാവസായിക ഇടപാടുകൾ എങ്ങനെ നടത്തണം? ഉത്തരം ബാങ്ക് ഡ്രാഫ്റ്റുകൾ മുഖാന്തരം. KSEBയിൽ അടയ്ക്കേണ്ടുന്ന തുക എപ്രകാരം നൽകണം? ഉത്തരം ക്യാഷായി. ഒരു കെട്ടിടത്തിൽ കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും സെൻട്രൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും കെട്ടിടങ്ങൾ പ്രവർത്തിച്ചാൽ നികുതികൾ ആര് അടയ്ക്കണം? ഉത്തരം 2 ഡിപ്പാർട്ട്മെന്റുകളും കൂടി ആനുപാതികമായി അടയ്ക്കണം. ഒരു കെട്ടിടത്തിൽ കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, റവന്യൂ എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ കെട്ടിടത്തിന്റെ തദ്ദേശ സ്വയം ഭരണത്തിലേക്കുള്ള ടാക്സ് ആര് അടയ്ക്കണം? ഉത്തരം റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ഒരു കെട്ടിടത്തിൽ ഭാഗികമായി സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുകയും ഒരു ഭാഗത്ത് ഒരു വ്യക്തി താമസിക്കുകയും ചെയ്താൽ ടാക്സ് ആര് അടയ്ക്കണം? ഉത്തരം ഇരുവരും ചേർന്ന് അടയ്ക്കണം. പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് കൊടുക്കുന്ന ശമ്പളവും അലവൻസുകളും ഏത് കണക്കിലാണ്? ഉത്തരം വേജസ്. ഒഴിവിളവ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ലോക്കൽ ബോഡി ടാക്സ്. പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാരുടെ തസ്തിക സൃഷ്ടിക്കുന്നതും ശമ്പളവും അലവൻസുകളും നിശ്ചയിക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ശുചീകരണം നടത്തേണ്ടുന്ന ഏരിയയുടെ അടിസ്ഥാനത്തിൽ. സിവിൽ സ്റ്റേഷന്റെ ഇലക്ട്രിസിറ്റി ചാർജുകൾ നൽകുന്നത് ആരാണ്? ഉത്തരം ജില്ലാ കളക്ടർ. ഒരു സർക്കാർ ജീവനക്കാരന് താമസിക്കുന്ന സർക്കാർ ക്വാർട്ടേഴ്സിന്റെ വാട്ടർ ചാർജ് ആര് അടയ്ക്കും? ഉത്തരം താമസക്കാരന്. ഒരു കെട്ടിടത്തിൽ ഒന്നിലധികം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കൺസോളിഡേറ്റഡ് ബിൽ ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? ഉത്തരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD. സിവിൽ സ്റ്റേഷന്റെ വാട്ടർ ചാർജ് ആരാണ് അടയ്ക്കുന്നത്? ഉത്തരം ജില്ലാ കളക്ടർ. ഒരു കെട്ടിടം ഓഫീസ് ആവശ്യത്തിനും റെസിഡൻഷ്യൽ ആവശ്യത്തിനും ഉപയോഗിക്കുന്നു എങ്കിൽ വാട്ടർ ചാർജ് ആർ കൊടുക്കും? ഉത്തരം ഇരുകൂട്ടരും ചേർന്ന് നൽകും. സർക്കാർ ജീവനക്കാരന് താമസിക്കുന്ന ഗവൺമെന്റ് ക്വാർട്ടേഴ്സിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് ആർ കൊടുക്കും? ഉത്തരം താമസക്കാരന്.
ഒരു കെട്ടിടത്തിൽ ഒരു സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുകയും ഒരു സ്വകാര്യ വ്യക്തി താമസിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് ആർ കൊടുക്കും? ഉത്തരം രണ്ടു കൂട്ടരും ഭാഗികമായി നൽകണം. സാമഗ്രികൾ വാങ്ങുന്നതിനായി ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൊള്ളുന്ന ആദ്യ നടപടി ഉത്തരം വാർഷിക ആവശ്യപത്രം തയ്യാറാക്കുക. ഓരോ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലും സാമഗ്രികളുടെ ഇൻഡന്റ് തയ്യാറാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ 3 മുതൽ 5 വർഷം വരെയുള്ള സാമഗ്രികളുടെ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ. സാമഗ്രികൾ എന്നാൽ എന്ത്? ഉത്തരം ഒരു സർക്കാർ ജീവനക്കാരൻ പൊതുസേവനം നടത്തുന്നതിനായി പണവും രേഖകളും ഒഴികെ കൈവശം വന്നു ചേരുന്ന വസ്തുക്കൾ. സാമഗ്രികൾ വാങ്ങുന്നതിന് ആവശ്യമായ ഫണ്ട് ഉള്ളപക്ഷം ആയതിനാവശ്യമായ എന്ത് അനുവാദമാണ് അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ലഭിക്കേണ്ടത്? ഉത്തരം ഭരണാനുവാദം. സാമഗ്രികൾ വാങ്ങുന്നതിന് ആവശ്യമായ ഭരണാനുവാദം തരുന്നതാര്? ഉത്തരം ഡിപ്പാർട്ട്മെന്റ് തലവൻ. സാമഗ്രികൾ വാങ്ങുന്നതിന് ഡിപ്പാർട്ട്മെന്റ് തലവനും ഭരണാനുവാദം തരുവാൻ കഴിയാത്ത ചില വസ്തുക്കൾ. ഉത്തരം മൈക്രോസ്കോപ്പ്, ജനറേറ്റർ, ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ. സാമഗ്രികൾ വാങ്ങുന്നതിന് ഡിപ്പാർട്ട്മെന്റ് തലവനും ഭരണാനുവാദം നൽകാൻ കഴിയാത്തപ്പോൾ ഇത് പരിഗണിക്കപ്പെടുന്നതാര്? ഉത്തരം ഡിപ്പാർട്ട്മെന്റൽ പർച്ചേസ് കമ്മിറ്റി. ടെൻഡറുകൾ ക്ഷണിക്കുമ്പോൾ വലിയ പബ്ലിസിറ്റി നൽകാത്തത് എപ്പോൾ? ഉത്തരം സിംഗിൾ ടെൻഡറിന്. ഒരു പർച്ചേസിംഗ് ഓഫീസർ എങ്ങനെയാണ് സാമഗ്രികൾ വാങ്ങുന്നത്? ഉത്തരം ടെൻഡറുകൾ ക്ഷണിച്ച്. സാമഗ്രികൾ വാങ്ങുമ്പോൾ സാധാരണയായി ഏത് സമ്പ്രദായമാണ് അവലംബിക്കാറുള്ളത്? ഉത്തരം ഓപ്പൺ ടെൻഡർ. വാങ്ങുന്ന സാമഗ്രികളുടെ വില എത്ര രൂപയിൽ അധികരിക്കുമ്പോഴാണ് ടെൻഡറുകൾ ക്ഷണിക്കുന്നത്? ഉത്തരം 10,000 രൂപയിൽ അധികരിക്കുമ്പോൾ. പർച്ചേസിംഗ് ഓഫീസർ ടെൻഡർ വിളിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം 10,000 രൂപയിൽ മേൽ വിലമതിക്കുന്ന സാമഗ്രികൾ വാങ്ങുന്നതിന്. പൊതു പരസ്യങ്ങൾ മുഖേന ടെൻഡർ വിളിക്കുന്നതിനെ എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്പൺ ടെൻഡറുകൾ. ടെൻഡർ ക്ഷണിക്കുമ്പോൾ ഏറ്റവും സാധാരണയായി സ്വീകരിക്കുന്ന ടെൻഡർ സമ്പ്രദായം? ഉത്തരം ഓപ്പൺ ടെൻഡറുകൾ. കരാർ തുക 10,000 രൂപയിൽ അധികരിക്കുമ്പോൾ സ്വീകരിക്കുന്ന ടെൻഡർ സമ്പ്രദായം? ഉത്തരം ലിമിറ്റഡ് ടെൻഡർ. ഉടമസ്ഥാവകാശമുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് സ്വീകരിക്കുന്ന ടെൻഡർ സമ്പ്രദായം? ഉത്തരം സിംഗിൾ ടെൻഡർ. അഖിലേന്ത്യാ തലത്തിലുള്ള ടെൻഡർ നോട്ടീസുകൾ ഗസ്റ്റിൽ വിജ്ഞാപനം നടത്തുന്നത് കൂടാതെ മറ്റെവിടെയാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്? ഉത്തരം ഇന്ത്യൻ ട്രേഡ് ജേർണൽ, കൽക്കത്ത. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ടെൻഡറിലൂടെയല്ലാതെ എത്ര നാൾ വാങ്ങാൻ കഴിയും? ഉത്തരം ആദ്യ 5 വർഷം. സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും 5 വർഷത്തിൽ അധികമായി നിർമ്മാണം നടത്തിവരുന്ന ഉൽപ്പന്നങ്ങൾ ടെൻഡർ മുഖേന വാങ്ങുമ്പോൾ സ്വീകരിക്കുന്ന വില മുൻഗണന എന്ത്? ഉത്തരം സംസ്ഥാനത്തിന് വെളിയിലുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നവയ്ക്ക് 10%, സംസ്ഥാനത്തിനകത്ത് നിർമ്മിക്കുന്നവയ്ക്ക് 5%. ഗവൺമെന്റ് സംവിധാനത്തിലൂടെയോ അല്ലാതെയോ ഓഫീസ് ഉപയോഗത്തിനായി ലോക്കൽ പർച്ചേസിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓഫീസ് ഫർണിച്ചർ വാങ്ങുമ്പോൾ പാലിക്കേണ്ടത് എന്ത്? ഉത്തരം വാങ്ങുന്നതിന് മുൻപായി ഭരണാനുവാദവും പർച്ചേസ് സാങ്ഷനും വാങ്ങിയിരിക്കണം. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യത്തിൽ അധികമായുള്ള സാമഗ്രികൾ നീക്കം ചെയ്യണമെങ്കിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ? ഉത്തരം അധികമായുള്ള സാമഗ്രികളുടെ പട്ടിക ഡിപ്പാർട്ട്മെന്റ് അധികാരി മറ്റ് ഡിപ്പാർട്ട്മെന്റ് അധികാരികളെ അറിയിക്കണം. ടെൻഡർ ഫാറങ്ങളുടെ വില എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഉത്തരം പണമായോ അഥവാ മണിയോർഡർ ആയോ? സാധാരണ സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള കാലാവധി എത്ര മാസം? ഉത്തരം 2 മാസം. ടെൻഡറുകൾ ക്ഷണിക്കുമ്പോൾ പർച്ചേസിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടത് എന്ത്? ഉത്തരം ടെൻഡർ നടപടികൾ സുതാര്യമായിരിക്കണം.